ഇന്ന് റബി ഉൽ അവൽ 12 ലോകമാകെ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ തിരുജനനം ആഘോഷിക്കുന്ന നബിദിനം. മാനവികതയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നേകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനം അഥവാ മിലാദു ഉൻ നബി ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിക്കുന്നത്. ഹിജ്റ കലണ്ടർ പ്രകാരം റബി ഉൽ അവൽ 12 സുബഹിയോടടുത്ത സമയത്താണ് പ്രവാചകന്റെ ജനനം. മസ്ജിദുകളിലും മദ്രസകളിലും പ്രവാചക കീർത്തനങ്ങൾ, പ്രത്യേക പ്രാർത്ഥനകൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. പ്രവാചകന്റെ ജീവചരിത്രത്തെക്കുറിച്ചും അധ്യാപനങ്ങളെക്കുറിച്ചുമുള്ള പ്രഭാഷണങ്ങളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചും മസ്ജിദുകൾ ദീപാലങ്കൃതമാക്കിയും ഈ മാസത്തോട് ആദരവ് പ്രകടിപ്പിക്കാറുണ്ട്. ഇന്നേ ദിവസം പുലർച്ചെ പള്ളികളിൽ പ്രത്യേക മൗലീദുകളും പ്രാർത്ഥനകളും നടത്താറുണ്ട്. തെരുവുകളിലൂടെ കുട്ടികളും മുതിർന്നവരും പങ്കെടുക്കുന്ന മനോഹരമായ മീലാദ് റാലികളും റാലിക്ക് അകമ്പടിയായി ഇസ്ലാമിക കലാപരിപാടികളും അരങ്ങേറുന്നു. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നബിദിനത്തിൽ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പ്രവാചകന്റെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ജീവിതത്തിൽ പകർത്തുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആശംസകൾ അറിയിക്കാറുണ്ട്. മനസ്സുകളിൽ നന്മയും സാഹോദര്യവും വളർത്താനും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും നബിദിനാഘോഷങ്ങൾ പ്രചോദനമാകുന്നു. മന്നലാകുന്ന് പള്ളിയിൽ പുലർച്ചെ 4 മണിക്ക് മഹല്ല് ഖത്തീബ് മൻസൂർ അലി ദാരിമിയുടെ നേതൃത്വത്തിൽ മൗലിദ് സദസ്സുണ്ടായി. വിശ്വാസികളായ മഹല്ല് നിവാസികൾ പങ്കെടുത്തു. തുടർന്ന് വിവിധ മദ്രസകളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും അരങ്ങേറി. മഴ നബിദിന റാലിക്ക് മാറ്റുകുറച്ചെങ്കിലും മദ്രസ കുരുന്നുകളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഫ്ലവർ ഷോ, ദഫ്മുട്ട്, സ്കൗട്ട് തുടങ്ങിയവയുടെ അകമ്പടിയോടെ ആയിരുന്നു നബിദിന റാലി നടത്തിയത്. വിവിധ മദ്രസകളിലെ അധ്യാപകരും മഹല്ല് ഖത്തീബുമാരും നബിദിന സന്ദേശങ്ങൾ നൽകി. ലോകത്ത് സമാധാനവും ശാന്തിയും ആവശ്യമായ സന്ദർഭത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും ശാന്തിദൂതന്മാർ ദൈവനിയോഗം നടത്തുന്ന എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അല്ലാഹു നിയോഗിച്ചത്. അവിടെ നിന്ന് നൽകിയ സന്ദേശവും അവിടെ നിന്ന് നൽകിയ ആ ഉപദേശങ്ങളും ഇന്നും ലോകത്ത് വളരെ ആവശ്യമായ ഒന്നായി നിലനിൽക്കുകയാണ്. ആ സന്ദേശം ലോകത്ത് മുഴുവനും എത്തുകയും അതുവഴി എല്ലാ മനുഷ്യർക്കും നന്മ ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.